ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് എല്ലാം നല്ലതു തന്നെ. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് ഇഷ്ടമുള്ള വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും ബാക്കിയുള്ള ഭട്ടന്മാരെയും കൂട്ടി നായാട്ടിന് പോകുമായിരുന്നു. അന്നൊരു ദിവസം നായാട്ടിന് പോകുന്ന വഴി ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞു, ചോരയിടാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലതു തന്നെ. ഇത് കേട്ട രാജാവിന് ദേഷ്യമായി. എന്റെ കൈ മുറിഞ്ഞു ചോരയിടുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടിക്കൂ. രാജാവ് വടന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോൾ മന്ത്രി അറിഞ്ഞു, അതും നല്ലതു തന്നെ. ഉടനെ തന്നെ രാജാവിന്റെ വടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടിച്ചു. രാജാവ് നാട്ടി തുടങ്ങും. പെട്ടെന്നതാ ഒരു സിംഹം. രാജാവിന്റെ വടന്മാർ 4 വാട് ഓടി മതിലിനുള്ളിൽ കയറി. രാജാവിൽ പേടിച്ചു കുറിച്ചു ബോധം കെട്ടു വീണു. സിംഹ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനെ മണത്ത് നോക്കി. ചോരമണം. ചോരമണമല്ല ഇറച്ചി സിംഹത്തിന് ഇഷ്ടമില്ലായി. അതുകൊണ്ട് സിംഹ രാജാവിനെ തിന്നാതെ നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് ഓർമ്മ വന്നത്, തന്റെ കൈ മുറിഞ്ഞു ചോര ഒന്നില്ല എങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. ഉടനെ തന്നെ രാജാവ് വടന്മാരോട് പറഞ്ഞു, മന്ത്രി ജയിലിൽ ഇറക്കിയിട്ടു. മന്ത്രി കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എന്റെ കൈ മുറിഞ്ഞു ചോര ഒന്നില്ല എങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വീഴുമായിരുന്നു. ഇത് കേട്ട മന്ത്രി അങ്ങ് എന്നെ ജയിലിലിട്ടില്ല എങ്കിൽ എന്നെയും ആ സിംഹം തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. അതിനുശേഷം രാജാവ് കുറെ നല്ല സമ്മാനങ്ങൾ മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. ഈ കഥയ്ക്ക് ഒരർത്ഥമുണ്ട്.